സാർ, ഈ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നാകും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് BJP എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ സാർ ഒരു ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ക്രൈസ്തവർ എങ്ങനെയായിരിക്കും ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവിനെ എടുക്കുന്നത്? അവരൊപ്പം ഉണ്ടാകുമോ? ഒപ്പം ഉണ്ടാകും. കാരണം രാജീവ് ചന്ദ്രശേഖറിന് ഒരു ക്രിസ്ത്യൻ ഫ്രണ്ട്ലി പേഴ്സണായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് ക്രിസ്ത്യൻസിന് ചേർത്ത് പിടിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. പിന്നെ അങ്ങനെ ഒരു ഹാർഡ് കോർ പൊളിറ്റീഷ്യനൊന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു ടെക്നോക്രാറ്റാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ചെറുപ്പകാലം തൊട്ട് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം പഠിച്ചിരുന്നത് സെൻറ്റ് പോൾസ് കോൺവെൻറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനത്തിലാണ് ആദ്യം തൃശ്ശൂർ ഭാഗത്ത് പഠിച്ചിരുന്നതെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് പോയി, പിന്നെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, പിന്നെ അതേപോലെ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അവിടെയൊക്കെ പഠിച്ചു. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസായിട്ട് അദ്ദേഹം യോജിച്ചു പോകുന്നൊരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൃശ്ശൂർ മോഡലിൽ ഇപ്പോൾ കേരളത്തെ, തൃശ്ശൂർ മാത്രമല്ല കേരളത്തെ മൊത്തം പിടിക്കാവുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ BJP ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. തൃശ്ശൂരും സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻസിൻ്റെ കാര്യമായ സപ്പോർട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യൻസും സുരേഷ് ഗോപിയായിട്ട് നല്ല രീതിയിൽ അടുത്ത് ചേർന്നാണ് പോയിരുന്നത്. അപ്പോൾ അത് ആ ബന്ധം ഒരുപക്ഷെ കേരളം മുഴുവനും വ്യാപിക്കാനുള്ള ഒരു സാധ്യതയിലേക്കാണ് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷനോടുകൂടി അല്ലെങ്കിൽ വിജയത്തോടുകൂടി നമ്മൾ കാണുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ മിതവാദിയാണ്, പക്വതയാണ്, സമുദായവുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്, നല്ല വിദ്യാഭ്യാസമ്പന്നനാണ്, പിന്നെ ആളൊരു ടെക്നോക്രാറ്റാണ്. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാം ആർക്കും. അത് പ്രത്യേകിച്ച് മതമൊന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, കേരളത്തിൽ അദ്ദേഹത്തിന് നൽകിയ സ്വീകാര്യത, അവിടെയും ക്രിസ്ത്യൻസ് ധാരാളമുള്ള സ്ഥലമാണല്ലോ. അവിടെ അദ്ദേഹം വിശ്വപൗരൻ ശശി തരൂരിനെ മുൾമുനയിൽ നിർത്തിയായിരുന്നു. ഒരു സ്റ്റേജിൽ ഈ വിശ്വപൗരനേക്കാളും കൂടുതൽ വോട്ടുകൾ നേടുന്ന ഒരു കണ്ടീഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു സ്വീകാര്യതയുണ്ട്. പിന്നെ 2021 ജൂലൈ 7 അദ്ദേഹത്തെ മോഡി വിളിച്ചിരുന്നു, കാണണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കേന്ദ്രത്തിലെ മന്ത്രിയാക്കിയിരുന്നു. അന്ന് മോഡി ഒരു കാര്യം പറഞ്ഞായിരുന്നു, മുണ്ടെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഈ ജൂലൈ 7, 2021 തൊട്ട് അദ്ദേഹം മുണ്ടെടുത്തിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപക്ഷെ മലയാളികളുടെ ഇടയിൽ കൂടുതൽ പോപ്പുലറാകാൻ അത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലൊരു ഐക്കോണിക് ഫിഗറാണ്. ഡെവലപ്മെൻറ്റാണ്, ഹീസ് ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ദി ഐഡിയ ഓഫ് ഡെവലപ്മെൻറ്റ്. അതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു പ്രശ്നം, ഇപ്പോൾ പൊതുവിൽ കേരളത്തിൽ ഈ തീവ്രവാദം ഒരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഈയിടെ നമ്മൾ കണ്ടായിരുന്നു തൃത്താലയിൽ, അവിടെ ആരുടെയൊക്കെ യാഹ്യ സിൻവർ, ഹസൻ നസറുള്ള, ഇസ്മായിൽ ഹാനിയ, ഇവരുടെയൊക്കെ ഫോട്ടോയും പിടിച്ച് ആനപ്പുറത്ത് അവരെ എഴുന്നള്ളിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ അതിലൊരു കുഴപ്പമില്ല. കേരള ഗവൺമെൻറ് അതിന് സപ്പോർട്ടാണെന്ന് തോന്നുന്നു. ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നൊരു പോളിസിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെയും എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സംഘടനകളൊക്കെ, അതായത് സിൻവർ, നസറുള്ള, ഹാനിയെ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടീസിന് അതിനെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസായിട്ട് US, അതേപോലെ UK, അതേപോലെ യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ ഒക്കെ അവരെ ടെററിസ്റ്റായിട്ടാണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ. കാരണം പാലസ്തീൻകാരുമായിട്ടുള്ള അടുപ്പത്തിൽ വേറെ പ്രശ്നം വേണ്ട എന്നുള്ള രീതിയിൽ ഒരു വ്യാജ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇന്ത്യക്ക് ഇഷ്ടമുണ്ടായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ ഹമാസിനെ അക്സെപ്റ്റ് ചെയ്തിട്ടോ അല്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാപട്യം ഇങ്ങനെ അനുഭവപ്പെടുമ്പോൾ BJPയിൽ നിന്ന് ഇങ്ങനെ ഒരാൾ നേതാവ് വരുന്നത്, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ എന്നുള്ള രീതിയിലാണല്ലോ എന്നോട് ചോദിച്ച്. ക്രിസ്ത്യൻസിന് അത് ഇഷ്ടമാണ്, അദ്ദേഹത്തെ വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് കാണുന്നത്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മുനമ്പത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ LDF UDF എന്ന് പറഞ്ഞാൽ കാപട്യത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായിട്ട് മാറുകയാണ്. അവർ ഇതിൻ്റെ അമെൻമെൻറ്റ് ബില്ല് വരുന്നതിന് എഗൻസ്റ്റായിട്ട് 140 പേരും കൂടി പ്രമേയം പാസ്സാക്കിയതൊക്കെ നമുക്കറിയാം. അപ്പം അത് അവിടെ മുനമ്പത്തെ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ക്രിസ്ത്യൻസാണ്. പിന്നെ വേറെ കുറച്ച് SNDPയിലെ ആൾക്കാരുണ്ട്. പിന്നെ വളരെ മിനിസ്ക്യൂൾ മൈനോറിറ്റി എന്ന് പറയാവുന്ന ഏതെങ്കിലും മുസ്ലിമേ ഉള്ളൂ, ബാക്കി ക്രിസ്ത്യൻസൊക്കെയാണ്. അപ്പോൾ മുനമ്പത്തെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് ഈ അമെൻമെൻറ്റ്, ഇപ്പോൾ ഈ വരുന്ന അമെൻമെൻറ്റ് ബില്ല്.
അതിനെ LDFും UDFും കൂടി 140 പേരും കൂടി എതിർക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെ എതിർക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. 140 MLAസും ക്രിസ്ത്യൻസിനെതിരായിട്ടാണ് അവിടെ പെരുമാറിയിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു BJP MP ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു BJP MP MP അല്ല MLA ഉണ്ടായിരുന്നെങ്കിൽ ഈ 140 പേരിലൊരു BJP MLA ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ മുനമ്പം പ്രശ്നത്തിൽ വേറൊരു സമീപനം സ്വീകരിച്ചേനെ. അപ്പോൾ ക്രിസ്ത്യൻസ് ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ആൾക്കാരായിട്ട് നമ്മുടെ അസംബ്ലിയിൽ മാറില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അസംബ്ലിയിൽ കാണിക്കുന്ന ഈ തട്ടിപ്പ് അതിനൊക്കെ എതിരെ നിൽക്കണമെങ്കിൽ കുറച്ച് അറ്റ്ലീസ്റ്റ് കുറച്ച് BJPക്കാരെങ്കിലും കേരള അസംബ്ലിയിൽ ഇല്ലാത്ത സാഹചര്യം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും ഭാവിയിൽ. അങ്ങനെയാണത് സംഭവിക്കാൻ ഇടയുള്ളത്. പിന്നെ ഒരു കാര്യം, ഈ രാജീവ് ചന്ദ്രശേഖർ ബ്രിട്ടനിൽ ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ പ്രസംഗിക്കാനായിട്ട് പോയിരുന്നു. അദ്ദേഹം സംസാരിച്ച വിഷയം മാറുന്ന കാലക്രമത്തിൽ ബ്രിട്ടൻ്റെ ഭാവി എന്നുള്ളതിനെ പറ്റിയായിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞായിരുന്നു, ഈ മുനമ്പത്ത് സംഭവിക്കുന്നത് അധാർമികമാണ്, വഖഫുകാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവിടെ അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരുന്നു 2 ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസ് കൊടുത്തിരിക്കുന്ന കത്ത് ആ കത്തിന് സ്വാഗതം ചെയ്യുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ക്രിസ്ത്യൻസിനോട് ചേർന്ന് യോജിച്ച് പോകുന്ന ഒരാളായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേറെ ഈ രാഷ്ട്രീയമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തിൽ കുത്തോ ഗ്രൂപ്പ് കളി അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് ഡെവലപ്മെൻറ്റ് മാത്രമാണ് ഒരു ലക്ഷ്യം. അതിന് അദ്ദേഹത്തിന് വളരെ കേപ്പബിളാണ് ആ കാര്യത്തിൽ. നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അത് നമുക്കെല്ലാവർക്കും സ്വീകരിക്കുക. അതിൽ വേറെ മതമോ ജാതിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലാണെങ്കിൽ ക്രിസ്ത്യൻസും അതേപോലെ BJPയും കൂടി തോളോട് തോൾ ചേർന്നാണ് ഈ സുരേഷ് ഗോപിനെ വിജയിപ്പിച്ചത്. അപ്പോൾ ആ മാറിയ സാഹചര്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ബന്ധമായിരിക്കും ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വഴി വരാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല ആറ്റിങ്ങൽ അതേപോലെ തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ, തൃശ്ശൂർ കൂടാതെ ഇവിടെയൊക്കെയാണെങ്കിലും BJP നല്ലൊരു ഷോ കാഴ്ചവെച്ചു. ആ ഒരു ട്രഡീഷൻ ഇനി മുന്നോട്ട് പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് BJPയും ക്രിസ്ത്യൻസുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ BJPയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. വേറെ പലരെയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ ശോഭ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, K സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, MT രമേശ് ഉണ്ടായിരുന്നു, മുരളീധരൻ ഉണ്ടായിരുന്നു, അങ്ങനെ പലരും. പക്ഷെ അവരാര് വന്നെങ്കിലും ഒരു ചെറിയ ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടായേനെ. പക്ഷെ ആ ഗ്രൂപ്പുകളൊക്കെ എടുത്തു മാറ്റിയിട്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താ, മോഡി, ഷാ, നദ്ദ ഈ ത്രിമൂർത്തികൾ ചേർന്ന് കേരളത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുകയാണ്. BJPക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖറിന് ഏതായാലും ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, ക്രിസ്ത്യൻസിന് വളരെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ, ഒരു സംശയമില്ല.